പ്രിയപ്പെട്ട കൂട്ടുകാരെ, നബി തങ്ങൾക്ക് 40 വയസ്സ് പ്രായമായി. സ്വപ്നത്തിലും ഉണർച്ചയിലും നുബുവത്തിന്റെ പല അടയാളങ്ങളും മുത്തുനബി തങ്ങൾ കാണാൻ തുടങ്ങി. അക്കാലത്ത് ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്യാൻ മുത്തുനബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഭക്ഷണം കൊടുക്കാൻ ഭാര്യ ഖദീജ ബീവി ആ വലിയ കുന്നു കയറി വരുമായിരുന്നു. അങ്ങനെ ഒരു റമളാൻ 10 തിങ്കളാഴ്ച ദിവസം അള്ളാഹുവിന്റെ മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി തങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷമായി. ഇഖ്റ എന്ന് കൽപ്പിച്ചു. ഞാൻ വായിക്കുന്ന ആളല്ലെന്ന് മുത്തുനബി തങ്ങൾ മറുപടി പറയുകയും ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി തങ്ങളെ അണച്ചു പിടിച്ചു. രണ്ടാമതും അതുപോലെ ചോദിച്ചു. മുത്തുനബി തങ്ങളാകട്ടെ അതേ മറുപടി പറയുകയും ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി തങ്ങളെ വീണ്ടും അമർത്തി പിടിച്ചു. മൂന്നാമതും ഇതുപോലെ തന്നെ സംഭവിച്ചു. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി തങ്ങളെ ആദ്യമായി ഖുർആൻ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. اقرأ باسم ربك الذي خلق خلق الإنسان من علق നിങ്ങളെ സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ നിങ്ങൾ വായിക്കുക എന്ന് തുടങ്ങുന്ന ആദ്യ 5 ആയത്തുകൾ മുത്തുനബി തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾപ്പിച്ചു. ഖുർആൻ അവതീർണമായി. ആദ്യമുണ്ടാകുന്ന അനുഭവമല്ലേ? മുത്തുനബി തങ്ങൾ വേഗമേറിയ ഹൃദയമിടിപ്പുകളുമായി വീട്ടിലേക്ക് ഓടി ചെന്നു. നബി തങ്ങൾ സമ്മിലൂനി എന്ന് പറഞ്ഞപ്പോൾ ഖദീജ ബീവി സ്നേഹത്തിന്റെ പുതപ്പുകളെ കൊണ്ട് മുത്തുനബി തങ്ങളെ മൂടി പൊതപ്പിച്ചു. നബി തങ്ങൾ നടന്നതെല്ലാം ബീവിക്ക് വിവരിച്ചു കൊടുത്തു. നുബുവത്ത് എന്ന ഭാരമേറിയ ഉത്തരവാദിത്വം തനിക്ക് പൂർത്തീകരിക്കാനാകുമോ എന്ന ആശങ്കയായിരുന്നു മുത്തുനബി തങ്ങൾക്ക്. ഖദീജ ബീവി അനുരാഗത്തിന്റെ മധുരമൂർന്ന വാക്കുകളെ കൊണ്ട് മുത്തുനബി തങ്ങളെ ആശ്വസിപ്പിച്ചു. ഇല്ല, അങ്ങ് വിഷമിക്കരുത്, സന്തോഷിക്കുകയാണ് വേണ്ടത്. അള്ളാഹു ആണ് സത്യം. അള്ളാഹു അങ്ങേ ഒരിക്കലും പ്രയാസപ്പെടുത്തുകയില്ല. കാരണം അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവരല്ലേ, സത്യം മാത്രം പറയുന്നവരല്ലേ, ആരുമില്ലാത്തവർക്ക് അത്താണിയല്ലേ, ഒന്നുമില്ലാത്തവർക്ക് എല്ലാം നൽകുന്നവരല്ലേ, അതിഥിയെ സൽക്കരിക്കുന്നവരല്ലേ. ഒരു ഇണ ആരായിരിക്കണമെന്നും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എങ്ങനെയായിരിക്കണമെന്നും കുടുംബബന്ധത്തിന്റെ മനോഹരമായ ചിത്രം ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നബി തങ്ങളെയും കൂട്ടി ബീവി തന്റെ എളാപ്പയുടെ മകനും വലിയ പണ്ഡിതനുമായിരുന്ന വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് ചെന്നു. നടന്നതെല്ലാം കേട്ടപ്പോൾ മുത്തുനബിയുടെ അടുത്തേക്ക് വന്നത് മൂസാ നബിയുടെ അടുത്തേക്ക് വന്ന നാമൂസ് എന്ന മലക്കാണെന്ന് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു കൊടുത്തു. നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും പ്രവചിക്കുകയും ചെയ്തു. പ്രബോധനമെന്ന വിശാലമായ ലോകത്തേക്ക് കാലെടുത്തു വെക്കുകയായിരുന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ജീവിതത്തിലെ വലിയൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ധാരാളം പ്രയാസങ്ങൾ മുത്തുനബി തങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെയും താങ്ങും തണലുമായി കൂടെ ഉണ്ടായിരുന്നത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു. ഇസ്ലാം ആദ്യമായി വിശ്വസിച്ച വ്യക്തിയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം, അഥവാ ഹിജ്റയുടെ 3 വർഷങ്ങൾക്ക് മുമ്പ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. ആ വർഷത്തെ മുത്തുനബി തങ്ങൾ വിളിച്ചിരുന്നത് സങ്കടത്തിന്റെ വർഷം എന്നായിരുന്നു. താങ്ങും തണലുമായി കൂടെ ഉണ്ടായിരുന്നവർ ഇല്ലാതാകുന്നതിന്റെ വിഷമം മുത്തുനബി തങ്ങൾക്ക് നല്ലവണ്ണം ഉണ്ടായിരുന്നു. ഖദീജ ബീവിയുടെ പേരിൽ മുത്തുനബി തങ്ങൾ ആടിനെ അറുത്ത് സ്വതക്ക ചെയ്യാറുണ്ടായിരുന്നു. ശേഷം വന്ന ഭാര്യമാരോടെല്ലാം സ്നേഹത്തോടെ എന്റെ ഖദീജ എന്ന് കഥ പറയാറുണ്ടായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകേണ്ട സ്നേഹവും ബഹുമാനവും നമ്മൾ നബി ചരിത്രങ്ങളിൽ നിന്ന് പഠിക്കണം. നബി തങ്ങൾ അവരെയൊക്കെ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനൊക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.